ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫ് കളറിംഗ് അൽഗോരിതമാണ്. ഗ്രാഫ് കളറിംഗ് അൽഗോരിതത്തിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വേർട്ടെക്സ് കളറിംഗ്, രണ്ട് വരുന്നത് എഡ്ജ് കളറിംഗ്, മൂന്നാമത്തേത് നമുക്ക് ഫേസ് കളറിംഗ് വരും. ഇവിടെ ഗ്രാഫ് കളറിംഗ് അൽഗോരിതത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വേർട്ടെക്സ് കളറിംഗ് ആണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. വേർട്ടെക്സ് കളറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഗ്രാഫിനകത്ത് വേർട്ടിസസും എഡ്ജസും ഉണ്ടല്ലേ. വേർട്ടെക്സിന് ഓരോ കളർ കൊടുക്കുവാണ് ഇൻ സച്ച് എ വേ ദാറ്റ് നോ ടു അഡ്ജസൻറ്റ് വേർട്ടിസസ് ആർ ഹാവിങ് ദ സെയിം കളർ. ഓക്കെ, ഞാനിപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഈ ഒരു വേർട്ടെക്സ് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പം ഞാൻ അതിന് ഈ ഒരു റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പം ഇതിന് അഡ്ജസൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പം അവിടെ ഒരു കളറേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു കളർ മാത്രം കൊടുക്കുന്ന ഗ്രാഫിനെ ഞാൻ വൺ കളറബിൾ എന്ന് വിശേഷിപ്പിക്കും. ഇതൊക്കെ ഗ്രാഫ് തിയറി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കൂ. ഒരു ലൈനാണുള്ളത് അല്ലേ. ഞാനിവിടെ ഒരു വെർട്ടെക്സിന് ഞാൻ റെഡ് കളർ ചെയ്യുവാണ്. അപ്പം ഈ വെർട്ടെക്സിന് എനിക്ക് റെഡ് കളർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് നോ ടു അഡ്ജസൻറ്റ് വേർട്ടിസസ് വിൽ ബി ഹാവിങ് ദ സെയിം കളർ. സോ ഞാനിവിടെ ബ്ലൂ കളർ ചെയ്തു. ഇപ്പം ഇത് കറക്റ്റായില്ലേ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കളേഴ്സാണ് യൂസ് ചെയ്തത്? 2 കളേഴ്സാണ് യൂസ് ചെയ്തത്. സോ നമ്മൾ ഇവരെ 2 കളറബിൾ എന്ന് വിശേഷിപ്പിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ പോളിനോമിയൽ ക്രൊമാറ്റിക് പോളിനോമിയൽ നമ്മൾ പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 എന്നാണ്. വിച്ച് മീൻസ് ദാറ്റ് 2 കളേഴ്സ്, ഏറ്റവും മിനിമം കളേഴ്സ് നമ്മൾക്ക് എത്രയാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഇവിടെ 2 ആണ്. അപ്പം ദാറ്റ് ഈസ് ദ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് നമ്മൾ പറയും. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എടുത്തേ. എനിക്ക് ആദ്യമേ റെഡ് ഉണ്ട്. റെഡിനെ എനിക്ക് ഇവിടെ കളർ ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെയും റെഡ് കളർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണല്ലേ. അപ്പത്തേനും എനിക്ക് ഇവിടെ വേറൊരു വെർട്ടെക്സ് ഞാൻ ബ്ലൂ കളർ ചെയ്തു. അപ്പം ഇവിടെ റെഡും ഇവിടെ ബ്ലൂ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ രണ്ടും ഡിഫറെൻറ്റ് കളേഴ്സാണ്, അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ട് കളറാണ്. ഇനി ഇവിടെ എനിക്ക് എന്തെങ്കിലും കളർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ ചെയ്താൽ കറക്റ്റായില്ലേ? കാരണം മൂന്ന് കളേഴ്സാണ്, മൂന്നും അഡ്ജസ്റ്റൻ്റ് ടു ഈച്ച് അതർ ആണ്. സോ ദർ ഇസ് നോ ഇഷ്യൂസ്. ഈ ഒരു ഡയഗ്രത്തിനെ നമ്മൾ 3 കളറബിൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 3 ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ദാറ്റ് ഇസ് റിക്വയർഡ് ടു കളർ ദ ഗ്രാഫ്. ഓക്കെ, ഇനി നാലാമത്തെ കേസ് നോക്കിക്കേ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ റെഡ് കൊടുക്കാം അല്ലേ. ഇവിടെ റെഡ് കൊടുക്കാം, ഇവിടെ ബ്ലൂ കൊടുക്കാം, ഇവിടെ ഇവിടെ എനിക്ക് വേണമെങ്കിൽ യെല്ലോ കൊടുക്കാം, എനിക്ക് ഇവിടെ ബ്ലാക്ക് കൊടുക്കാം. അതിലൊരു തെറ്റൊന്നുമില്ലല്ലോ. അപ്പം അതാണ്. അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ 4 കളറബിൾ ഗ്രാഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാനായിട്ട് പറ്റും. ബിക്കോസ് 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്തത്. പക്ഷേ എനിക്കതിനെ ഇനിയും ഷോർട്ടാക്കി കളർ ചെയ്യാൻ പറ്റുമോ? അതെ, പറ്റും. എനിക്ക് യെല്ലോ ഞാൻ മാറ്റുവാണേ. അപ്പം ഈ യെല്ലോ ഞാൻ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഞാൻ ബ്ലൂ കളർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പം ഈ ഒരു ബ്ലൂ ഞാൻ കളർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ബ്ലൂ കളർ ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. കാരണം റെഡ് അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ടും ബ്ലൂ ആണ്. ബ്ലൂവും തമ്മിൽ ഒരു അഡ്ജസൻസി വരുന്നില്ല അല്ലേ. ഇപ്പം റെഡ് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒന്നും റെഡില്ല. ഇപ്പം ഇവിടെ റെഡില്ല, ഇവിടെ റെഡില്ല. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി ഇവിടെ ബ്ലൂ ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒന്നും ബ്ലൂ ഇല്ല അല്ലേ. സെയിം തിങ്. ഇവിടെ ബ്ലാക്കുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒന്നും ബ്ലാക്ക് ഇല്ല. അപ്പം ഈ കളറിങ്ങും കുഴപ്പമില്ല. പക്ഷെ ഇനി എനിക്ക് ചെറുതാക്കി കളർ ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. എനിക്കിവിടെ ഞാൻ റെഡിനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ശരിയല്ലേ, ഒരു വെർട്ടെക്സും അഡ്ജസൻ്റ് ആയിട്ടുള്ളത് സെയിം കളറായിട്ടുള്ള വെർട്ടെക്സിനോടല്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രൊമാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2 കളേഴ്സ് മതി. പക്ഷേ ഈ ഒരു ഗ്രാഫ് നമുക്ക് 4 കളറബിൾ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, 3 കളറബിൾ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, 2 കളറബിൾ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷേ ഇതിൻ്റെ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് വേർട്ടിസസ് റിക്വയർഡ് ടു കളർ ദ ഗ്രാഫ്, ദാറ്റ് ഇസ് 2. പിടികിട്ടിയോ? ഇപ്പം നമ്മൾ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നൾ ഗ്രാഫാണ്. വിച്ച് മീൻസ് ഇറ്റ് ഹാസ് നോ എഡ്ജസ്. ഓക്കെ, അത് നമ്മളിവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു തിയറം കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് 4 കളർ തിയറമാണ്. 4 കളർ തിയറം എന്ന് പറയുന്നത് പ്ലനാർ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൊമാറ്റിക് പോളിനോമിയൽ വുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ ഗ്രാഫിൻ്റെ കളറബിൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര കളേഴ്സ് കൊണ്ട് ഇതിനെ കളർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന കൺസെപ്റ്റ്
എഡ്ജ് കളറിംഗ് ആണ്. എഡ്ജ് കളറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കളർ അസൈൻ ചെയ്യുവാണ് ടു ഈച്ച് ഓഫ് ദി എഡ്ജസ് സച്ച് ദാറ്റ് നോ ടു അഡ്ജസൻറ്റ് എഡ്ജസ് ഷെയർ ദ സെയിം കളർ. ഇവിടെ ഞാൻ ഈ ഒരു എഡ്ജിന് റെഡ് കൊടുത്തു. ഓക്കെ, ഈ ഒരു എഡ്ജിന് റെഡ് കൊടുത്താൽ എനിക്ക് ഈ ഒരു എഡ്ജിനോ റെഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? ഇവർ അഡ്ജസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ ഒരു എഡ്ജിന് ഞാൻ ബ്ലൂ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് ബ്ലൂ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം അഡ്ജസൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഇപ്പോൾ കറക്റ്റായില്ലേ? ഇനി ഈ ഒരു ഈ ഒരു സ്ക്വയർ നോക്കിക്കേ. ഞാൻ ഈ ഒരു എഡ്ജിന് റെഡ് കൊടുത്തു. ഈ ഒരു എഡ്ജിന് റെഡ് കൊടുത്തോണ്ട് എനിക്ക് ഇതിനും റെഡ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെനിക്ക് കൊടുക്കാം അല്ലേ? അപ്പം ഇതിന് ഞാൻ റെഡ് കൊടുത്തു. ഇനി ഇവിടെ ഞാൻ ബ്ലൂ കൊടുത്തു. ബ്ലൂ കൊടുക്കുമ്പോഴത്തേന് ഇവിടെയും ബ്ലൂ ആവാൻ പാടില്ല, ഇവിടെയും ബ്ലൂ ആവാൻ പാടില്ല, അഡ്ജസൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇവിടെ വേണമെങ്കിൽ ബ്ലൂ ആവാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിടികിട്ടി? അതാണ് എഡ്ജ് കളറിംഗ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇവിടെ എഗെയിൻ ഞാൻ ഇവിടെ ബ്ലൂ കൊടുത്തു, ഞാൻ എന്നിട്ട് ഇവിടെ റെഡ് കൊടുത്തു, നമ്മൾ നേരത്തെ വരച്ചത് തന്നെ. ഇനി ഇവിടെ എനിക്ക് ഈ റെഡോ ബ്ലൂവോ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം അഡ്ജസൻ്റ് ആണ്. അപ്പം ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തു. പിടികിട്ടിയോ? അതാണ് എഡ്ജ് കളറിംഗ് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫേസ് കളറിംഗ് ആണ്. ഫേസ് കളറിംഗ് യൂഷ്വലി നമ്മളൊരു പ്ലനാർ ഗ്രാഫിനാണ് നമ്മൾ പറയുന്നത്. കാരണം ഫേസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റീജൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഈ ഒരു പ്ലനാർ ഗ്രാഫ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ? അപ്പം പ്ലനാർ ഗ്രാഫ് ഇപ്പോൾ ഈ താഴെ കൊടുത്തേക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ എങ്ങനെയാണ് കളറിങ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് റെഡ് കൊടുക്കാം അല്ലേ? നമുക്ക് തൽക്കാലത്തിന് ഞാനിവിടെ ജസ്റ്റ് നമുക്ക് റെഡ് കൊടുക്കാൻ പറ്റുമല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് റെഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് റെഡ് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ എനിക്ക് റെഡ് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ എനിക്ക് റെഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതെല്ലാം അഡ്ജസൻ്റ് ആണ് അല്ലേ? അപ്പം ഞാൻ ഇവിടെ അതിനു പകരം ബ്ലൂ കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ബ്ലൂ കൊടുത്തു. ഇവിടെ എനിക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റില്ല, എനിക്ക് പിന്നെ വേറെ ഒരിടത്തും ഇല്ല. ഓക്കെ, ഇവിടെ എനിക്ക് വേണേൽ ബ്ലൂ കൊടുക്കാം, ഇവിടെ എനിക്ക് വേണേൽ റെഡ് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ബ്ലൂ കൊടുക്കുവാണേ. അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലൂ കൊടുക്കുക. അപ്പം ഇവിടെ ഞാൻ ബ്ലൂ കൊടുക്കുവാണ്. അപ്പം ഇവിടെ ഞാൻ ബ്ലൂ കൊടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ ബ്ലൂ കൊടുക്കാനായിട്ട് പറ്റത്തില്ല, സോ ഇവിടെ റെഡ് ക്രോസ് ഇല്ല. സോ ഞാൻ ഇവിടെ റെഡ് കൊടുക്കുവാണേ. ഇവിടെ രണ്ടിടത്തും ബ്ലൂവും പറ്റത്തില്ല, റെഡും പറ്റത്തില്ല. സോ ഐ ഹാവ് ടു ടേക്ക് എ തേർഡ് കളർ, ബ്ലാക്ക് ഞാൻ എടുത്ത് ഇവിടെ കൊടുക്കുവാണ്. അപ്പം ഇവിടെ നോക്കിക്കേ, രണ്ട് അഡ്ജസൻറ്റ് ഫേസോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രണ്ടെണ്ണം തമ്മിൽ സെയിം കളർ വരരുത് എന്നുള്ളതാണ് ഫേസ് കളറിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ടോപ്പിക്കിലോട്ട് കുറച്ചുകൂടെ കയറി വരുവാണ്, ഗ്രാഫ് കളറിംഗ് അപ്രോക്സിമേഷൻ അൽഗോരിതം. ഇനി എന്താണ് ഈ ഗ്രാഫ് കളറിംഗ് അപ്രോക്സിമേഷൻ അൽഗോരിതം എന്ന് പറയുന്നത്? നമ്മളത് NP കംപ്ലീറ്റ് പ്രോബ്ലത്തിന് വേണ്ടി നമ്മുടെ NP കംപ്ലീറ്റ് പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് അപ്രോക്സിമേഷൻ അൽഗോരിതം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത് ഇതുപോലൊരു NP കംപ്ലീറ്റ് പ്രോബ്ലം ആണ്. ഇവിടെ നമ്മൾ വേർട്ടെക്സ് കളറിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീഡി അപ്രോച്ചാണ്. ഇനി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ എനിക്ക് 4 കളർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എനിക്ക് റെഡ് ഉണ്ട്, പിന്നെ ഇവിടെ എനിക്ക് ബ്ലൂ ഉണ്ട്, ഇവിടെ എനിക്ക് ബ്ലാക്ക് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞേച്ച് ഇവിടെ എനിക്ക് യെല്ലോ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യമേ ഞാൻ റെഡിൽ നിന്ന് തുടങ്ങുകയാണ്. എൻ്റെ ഫസ്റ്റ് വേർട്ടെക്സ്, അപ്പം ഞാൻ നമ്പർ ചെയ്യാം. ബ്ലാക്ക് ഫസ്റ്റ് വേർട്ടെക്സ് 1, 2, 3 ആൻഡ് 4. ഫസ്റ്റ് വേർട്ടെക്സിൽ ഞാൻ റെഡ് അടിക്കുവാണ്. ഓക്കെ, റെഡ് അടിക്കുവാണ്. അപ്പം സെക്കൻഡ് വേർട്ടെക്സിൽ എനിക്ക് റെഡ് അടിക്കാൻ പറ്റുമോ? ഇല്ല. സോ അടുത്ത കളർ ഏതാണ്? ബ്ലൂ ആണ്. സോ അതിന് ഞാൻ ബ്ലൂ അടിക്കുവാണ്. ഓക്കെ, തേർഡ് വേർട്ടെക്സ് വന്നപ്പോൾ എഗെയിൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. റെഡ് അടിക്കാൻ പറ്റുമോ? യെസ്, പറ്റും. എന്തുകൊണ്ടാണ്? വേർട്ടിസസ് അഡ്ജസൻ്റ് ആയിട്ട് ഉള്ളതൊന്നും റെഡ് ഇല്ല. സോ ഞാൻ ഇവിടെ റെഡ് അടിച്ചു. ഇവിടെ വരുവാണ് ഫോർത്ത് വേർട്ടെക്സ് വരുമ്പോൾ എനിക്ക് റെഡ് അടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ബിക്കോസ് 2 റെഡ് വേർട്ടിസസ് അഡ്ജസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തതിൽ പോവാണ്. എനിക്ക് ബ്ലൂ അടിക്കാൻ പറ്റുമോ? യെസ്, ബ്ലൂ അടിക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു വേർട്ടെക്സ് കളറിങ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അൽഗോരിതം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് G ഉണ്ട് ആൻഡ് N is the limit or the number of vertices that we need to color.
സോ ഇതിൽ ഓരോ വേർട്ടിസസിനെ ഞാൻ ട്രാവേഴ്സ് ചെയ്യുവാണ് ആൻഡ് ഐ എം ഹാവിങ് എ കളർ 1 to n ബിക്കോസ് നമുക്കിവിടെ 4 വേർട്ടിസസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ 4 കളേഴ്സ് ഉണ്ട് ബിക്കോസ് ദാറ്റ് ഇസ് എ മാക്സിമം നമ്പർ ഓഫ് കളേഴ്സ് അല്ലേ. ഓരോ വേർട്ടിസസിനും ഓരോ കളർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ മാക്സിമം നമ്പർ ഓഫ് കളേഴ്സ് ദാറ്റ് യു നീഡ്. അപ്പം ഇഫ് നോ വേർട്ടെക്സ് അഡ്ജസൻറ്റ് ടു വി ഐ ഹാസ് കളർ കെ അല്ലേ. ഇഫ് നോ വേർട്ടെക്സ് അഡ്ജസൻറ്റ് ടു ദിസ് വേർട്ടെക്സ് ഹാസ് ദിസ് പെർട്ടിക്കുലർ കളർ ദെൻ കളർ ഇറ്റ് ആൻഡ് ദെൻ ബ്രേക്ക് ഇറ്റ്. എന്നിട്ട് അടുത്ത വേർട്ടെക്സിലോട്ട് പോവുക. പിടികിട്ടിയോ? അങ്ങനെ നമ്മൾ 4 വേർട്ടിസസും ട്രാവേഴ്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കളറിങ് വേർട്ടെക്സ് കളറിങ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വേർട്ടെക്സ് കളറിങ്ങിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ് O(n)³ ആണ് വരുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മൾ വേർട്ടെക്സ് കളറിങ് യൂസ് ചെയ്യുന്നത് ഷെഡ്യൂളിങ്ങിനും മാപ്പ് കളറിങ്ങിനും അല്ലെങ്കിൽ രജിസ്റ്റർ അലൊക്കേഷനൊക്കെ ആയിട്ടാണ്.